അങ്ങനെ വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടി കാണാനുള്ള യോഗം നമുക്ക് ഈശ്വരൻ ചേർത്ത് വെച്ചു. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മുടെ സ്വന്തം ഹാപ്പി മാർട്ടിലോട്ട് വന്നതാണ്. ഹാപ്പി മാർട്ടിൻ്റെ പൊന്നോമനയാണ് ആ ഓടിപ്പോയത്, അപ്പു. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാ വർഷവും നമ്മൾ ട്രീ ഒരുക്കാറുണ്ടല്ലോ. ഡിസംബർ 3-ാം തീയതി എൻ്റെ പപ്പയുടെ ഓർമ്മ ദിവസമായിരുന്നു. നമ്മൾ സെമിത്തേരിയിലൊക്കെ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വരുന്ന വഴിക്കാണ് സൂപ്പർ മാർക്കറ്റിൽ കയറിയത്. കാരണം ഇതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ മോനുകുട്ടനെ കൂട്ടി ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അവനും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം. നാളെ, അതായത് ഡിസംബർ 4-നാണ് നമ്മൾ സ്റ്റാർ ഇടുന്നത്. വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു. മഴയിൽ നനഞ്ഞാണ് വന്ന് കയറിയത്. ഇത്തവണ പുതിയ LED സ്റ്റാർ വേണമെന്നൊക്കെ മുത്ത് പറയുന്നുണ്ട്. പഴയതൊക്കെ ഇരിക്കുന്നത് ഓൾഡ് ഫാഷനാത്രേ. എന്നാൽ പിന്നെ ഒരെണ്ണം വാങ്ങാം അല്ലേ. പിന്നെ അവിടുത്തെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണം, എത്ര എടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ആകെ കൺഫ്യൂഷനായിപ്പോവും. ക്രിസ്മസ് പാപ്പയും ക്രിസ്മസ് ബെൽസും ചെണ്ടയും മദ്ദളവും എല്ലാം കൂടി ആകെപ്പാടെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഈ സ്നോബോളൊക്കെ നമുക്ക് കുറച്ചവിടെയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് ആ വെളുത്ത അലുകുലുത്തൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാനും നിങ്ങളെയൊക്കെ കാണിച്ചു തരാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇതിൻ്റെ ഒന്നും വിളിപ്പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. പിന്നെ 2 നക്ഷത്രങ്ങൾ മേടിക്കണമായിരുന്നു. വീട്ടിലേക്ക് ദണ്ട ഒരു ബ്രൗൺ കളറിലെ വാൽ നക്ഷത്രമാണ് മേടിച്ചത്. പിന്നെ അമ്മയ്ക്കൊരു ബ്ലൂ കളർ നക്ഷത്രവും മേടിച്ചിട്ടുണ്ട്. ആ ഒത്തിരി മിന്നിങ്ങി കിടക്കുന്ന LED സ്റ്റാറാണ് നമ്മൾ മേടിച്ചത്. പിന്നെ നക്ഷത്രങ്ങൾക്കകത്തിടുന്ന ബൾബുണ്ടല്ലോ, അത് ഡിസ്കോ ലൈറ്റ് കളിക്കുന്ന ബൾബുണ്ടെന്ന്, അതും വാങ്ങി. പിന്നെ നമ്മുടെ പല വീഡിയോയിലും ഹാപ്പി മാർട്ട് ഒരു താരം തന്നെയാണ്. ഈ ഹാപ്പി മാർട്ട് ഇത്രയും ഫേവറേറ്റ് ആകാൻ കാരണം എന്താ വെച്ചാൽ അവിടെയുള്ളവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. വരുന്ന കസ്റ്റമേഴ്സിനോടെല്ലാം അത്രയും സ്നേഹത്തോടാണ് അവരിടപഴകുന്നത്. അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസ് പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ ഇന്ന് ഈ വീഡിയോയ്ക്ക് വോയിസ് ഇടാനിരുന്നപ്പോഴത്തേക്ക് ഒരു ഒച്ചയടപ്പും ജലദോഷമൊക്കെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെയും എൻ്റെ മക്കളുടെയും പിന്നെ ഹാപ്പി മാർട്ടിൻ്റെയും ക്രിസ്മസ് ആശംസകൾ കേട്ടോ. അപ്പോഴേ ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസും അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണാമേ.